മീറ്റിംഗ് ഡേ പാർട്ട് 2. കയറിയതുപോലെ ഇറങ്ങാൻ അത്ര ഈസി ആയിരുന്നില്ല ലിഫ്റ്റിൽ. വേഗം തന്നെ പോയി ചെക്ക് ഇൻ ചെയ്തു. നോക്കിയേ, കൊച്ചി കാണാൻ എന്ത് ഭംഗിയല്ലേ. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കറങ്ങുന്ന കസേര കണ്ടാൽ നമ്മൾ വിടില്ലല്ലോ, ഇതിലേയും കറങ്ങി നടന്നു. പിന്നെയാണ് അറിഞ്ഞത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയിട്ട് പൂളിൽ ചെന്ന് ചാടി. എന്താണെന്ന് അറിയത്തില്ല, സ്വിമ്മിംഗ് പൂളിൽ മാത്രം എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അതേസമയം മറ്റ് ആറുകളിലോ തോടുകളിലോ പോയാൽ മുങ്ങിച്ചാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സ്വിമ്മിംഗ് പൂളെന്ന് കേട്ടാൽ തന്നെ ഭ്രാന്താണ് കേട്ടോ. പിന്നെ വേഗം വന്ന് റെഡിയായിട്ട് നമ്മൾ നേരെ ഫംഗ്ഷനാണ് പോകുന്നത്. ഫംഗ്ഷന് പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഡെസേർട്ടും ഫുഡ് ഐറ്റംസും എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒന്ന് ചെന്ന് നോക്കി, എന്നിട്ട് ആദ്യം തന്നെ അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വിൻ ചെയ്ത കുറച്ച് മാനേജേഴ്സിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നേ. സോ അതിൽ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടപ്പോൾ തുള്ളാണ്ടിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മൾ എത്ര പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാലും ലാസ്റ്റ് നമ്മളുടെ തനി സ്വരൂപം പുറത്തു വരുമെന്ന് പറയുന്ന പോലെ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചു നാണക്കേടാവോ, കേരളത്തിലുടനീളമുള്ള ഒരുപാട് മാനേജേഴ്സ് ഉണ്ടേ. പിന്നെ ഓർത്തു എന്തിന്, ആ ഒരു എല്ലാ നാണക്കേടും അങ്ങ് മറക്കും. ഇങ്ങനെയൊക്കെ എല്ലാവരെയും കാണാൻ പറ്റുന്നത് വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ, രാവിലെ തൊട്ട് മീറ്റിംഗ് കൂടുന്നതല്ലേ. രാവിലെ എന്തായാലും എണീക്കാൻ ലേറ്റായി പിറ്റേന്ന്. എങ്കിൽ പോലും ഓടിച്ചെന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതുമെല്ലാം കഴിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.